നാലാം നാൾ ഞായറാഴ്ച ചരിത്രം വഴിമാറുകയാണ് മെഗാസ്റ്റാറിന് മുന്നിൽ. കേരളത്തിന് പുറത്ത് ഇന്ത്യ ആകമാനം ഇന്ന് 425 മുകളിൽ പ്രദർശനങ്ങൾ. ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ഓരോ മണിക്കൂറിലും 7000 മുകളിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. പല സെന്ററിലും ടിക്കറ്റ് കിട്ടാനില്ല. സ്പെഷ്യൽ ഷോകൾ ഇപ്പോഴേ ചാർട്ട് ചെയ്തു തുടങ്ങി. ബ്രഹ്മയുഗം സിനിമയെക്കുറിച്ചും മമ്മൂക്കയെക്കുറിച്ചുമുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അധികാരം കയ്യിലുള്ളവർക്ക് അന്യരുടെ സ്വാതന്ത്ര്യം വെച്ച് കളിക്കുന്നത് ഒരു രസ, അതിന് കുറ്റമൊന്നും ചെയ്യണമെന്നില്ല. ബ്രഹ്മയുഗം വിട്ടുപോരുമ്പോൾ ഞാനെന്തോ തേവനെ പോലെ മറവി ബാധിച്ചിരിക്കുകയായിരുന്നു. പേരും അമ്മയുടെ പേരും ദിവസങ്ങളും മാസങ്ങളും മറന്നുപോയ തേവനെ പോലെ. ഞാൻ മമ്മൂക്കയുടെ മുഖം എന്താണെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അയാളുടെ പേര് ഇല്ല. ഞാൻ ഒടുവിൽ എത്തി. തട്ടി വീണതത്രയും കൊടുമൺ പോറ്റിയുടെ ചിരിയിലായിരുന്നു, അയാളുടെ ബ്രഹ്മകൽപ്പനകളിലായിരുന്നു. മമ്മൂക്കക്ക് സ്വന്തമായൊരു മുഖമില്ല. അയാൾ ഹാജിയാണ്, അയാൾ പട്ടേലരാണ്, അയാൾ മാടയാണ്, അയാൾ ബാലൻ മാഷാണ്, അയാൾ രാഘവൻ നായരാണ്, അയാൾ തൃശ്ശൂർക്കാരൻ പ്രാഞ്ചിയുമാണ്. നാശോന്മുഖമായ ഇല്ലത്തിൽ നാം എത്തി നിൽക്കുന്നിടത്ത് നമ്മളും അതിൽ കുരുങ്ങിപ്പോകും. തേവനെ പോലെ, വെപ്പുകാരനെ പോലെ, പിന്നെ ചോരത്തുപ്പിച്ചാവും വരെയുള്ള പകിടകളിയാണ്. ബ്രഹ്മയുഗം മിത്തിൽ നിന്ന് വർത്തമാന കാലത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന രാഷ്ട്രീയ വ്യവഹാരം കൂടെയാണ്. അവർക്ക് പോറ്റിയുടെയും വെപ്പുകാരൻ്റെയും തേവൻ്റെയും മുഖമണിയാൻ എളുപ്പമാണ്. അവർക്ക് ഒറ്റ പേരേയുള്ളൂ, അധികാരം. മോതിരം അണിയുമ്പോൾ തേവൻ പറയുന്നുണ്ട്, വേണ്ട, അത് അധികകാലം നിന്റെ കയ്യിലിരുന്നാൽ അനുഭവിക്കുന്നത് എന്നെപ്പോലെയുള്ള സാധാരണക്കാരനാവും. നാം ഇന്ന് കുടുങ്ങിക്കിടക്കുന്ന തകർക്കപ്പെട്ട റിപ്പബ്ലിക്കിൽ പുറത്ത് കടക്കാനാകാതെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് പോറ്റിയുടെ കൺകെട്ടു വിദ്യയിൽ മയങ്ങി. പോറ്റിയുടെ ശിക്ഷാവിധികൾക്ക് വിധേയപ്പെട്ട് പല പ്രകാരങ്ങളിൽ ജീവിതം തള്ളി നീക്കുന്നു. വെപ്പുകാരനായി സിദ്ധാർത്ഥ് ഭരതൻ മരിച്ച മീനിൻ്റെ കണ്ണുകൾ പോലെ നിസ്സംഗമായ കണ്ണുകളാൽ നമ്മെ വിസ്മയിപ്പിക്കും. കൗതുകവും ഭയവും വിധേയത്വവും കൊണ്ട് അർജുൻ അശോകനും. സിനിമ കണ്ടിറങ്ങിയാലും പ്രേക്ഷകരെ പിന്തുടരുന്ന ദുർമന്ത്രവാദിയാണ് പോറ്റി. അയാൾ ഈ 70കളിൽ പിന്നിട്ട കാലത്തും നമ്മുടെ കണ്ണ് കെട്ടുന്നു. അധികാരം കയ്യിലുള്ളവർക്ക് അന്യരുടെ സ്വാതന്ത്ര്യം വെച്ച് കളിക്കുന്നത് ഒരു രസ, അതിന് കുറ്റമൊന്നും ചെയ്യണമെന്നില്ല. ഇങ്ങനെ തേവനോട് വെപ്പുകാരൻ പറയുന്നുണ്ട്. ഈ കാലത്ത് ഈ സിനിമ രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ നാം എവിടെയും നമ്മെ കണ്ടെടുക്കുന്ന ഒരു ക്യാൻവാസ് ആണ്. അഡ്വക്കേറ്റ് വൈശാഖൻ എൻവിയുടെ ഈ ഒരു പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. മമ്മൂക്കയുടെ ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ കൂടെ സഞ്ചരിക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. ആ ഒരു കഥാപാത്രങ്ങളോട് ചേർത്ത് വെക്കുന്ന പ്രകടനമാണ് മമ്മൂക്ക ബ്രഹ്മയുഗം എന്ന ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്.